പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ 5-ാം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രഭാതത്തിലാണല്ലോ നാം എത്തി നിൽക്കുന്നത്. ലോകത്തിൽ പല രാജ്യങ്ങളിൽ സ്തോത്രം വിശുദ്ധ ആരാധനയായി കൂടി വരുമ്പോൾ അനേക രാജ്യങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന ഒരു പ്രഭാതമാണ്. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സർവശക്തൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കും. 40-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇഷ്ടങ്ങളില്ലാത്തവരില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഇഷ്ടങ്ങളുണ്ട്. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ എല്ലാ രുചിയും എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഇഷ്ടമല്ല. ഭക്ഷണ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുള്ളതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലും താമസ സ്ഥലത്തിൻ്റെയും വീടിൻ്റെ കാര്യത്തിലും കൃഷി കാര്യത്തിലും വേണ്ടുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരാളിൻ്റെ ഇഷ്ടം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ എന്തായിത്തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അവർ ഇഷ്ടപ്പെടുന്നു. ആ നിലയിൽ അവർ എത്തിച്ചേരുവാനായി അവരെ ഉപദേശിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനും അപ്പുറമായി ഉന്നത നിലകളിൽ എത്തിച്ചേരുന്നു. മറ്റു ചിലർ മാതാപിതാക്കൾക്ക് ദുഃഖം വരുത്തി വിവിധ കഷ്ടതയിലേക്ക് എത്തിച്ചേരും. ചിലർ തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വ്യാകുലപ്പെടുന്നവരും ആയിരിക്കും. എന്നാൽ നാം ഇവിടെ ചിന്തിക്കുന്നത് ഏതെങ്കിലും മാനുഷിക വശത്തു നിന്നുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചുള്ള അല്ല. പ്രസ്തുത ഓരോ മനുഷ്യനെയും ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അവർ ആരായിത്തീരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചുവടുകൾ വെച്ച മാതൃകാ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. പിതാവിൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം പിതാവ് തന്നെ ഏൽപ്പിച്ചത് നഷ്ടമാകാതെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നായിരുന്നു. അതിനുവേണ്ടി അത് എത്ര ത്യാഗം ചെയ്യുവാനും മരിക്കുവാനും ക്രിസ്തു തയ്യാറായി. വിശക്കുമ്പോൾ ആഹാരം വേണ്ടാത്തവരായി ആരുമില്ല. എന്നാൽ ഭൗതികമായ ആഹാരത്തെക്കാൾ തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ആഹാരത്തെക്കാൾ വലുതായി കർത്താവ് കാണുകയും ഒരു ശമരിയ സ്ത്രീയോട് സുവിശേഷം പറയുകയും ചെയ്തു. അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഇടയായി. ആ പട്ടണത്തിൽ മുഴുവൻ ജനങ്ങളെയും രക്ഷിക്കുവാൻ ആ സ്ത്രീയിൽ കൂടെ കഴിഞ്ഞു. പ്രിയ ദൈവവൈദ്യരെ, ദൈവ ഇഷ്ടം നിറവേറുവാൻ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും സുഖങ്ങളും ത്യജിക്കേണ്ടതായി വരും. തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. യേശുവിന് തൻ്റെ ഇഷ്ടമാണ് മുന്നിൽ നിന്നിരുന്നുവെങ്കിൽ മരണത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാമായിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാത്രമേ നിറവേറുകയുള്ളൂ എങ്കിൽ തൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം തന്നെ നിറവേറണമെന്നായിരുന്നു കർത്താവിൻ്റെ ഇഷ്ടം. ആമേൻ. ദൈവ ഇഷ്ടം നിറവേറുന്നതിന് നാം കഷ്ടം അനുഭവിച്ച് മരിക്കേണ്ടി വന്നാലും ദൈവ ഇഷ്ടത്തിന് വേണ്ടി അതും മനസ്സോടെ സ്വീകരിക്കണമെന്നുള്ള പാഠവും ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഒന്നാമതായി ദൈവ ഇഷ്ടം നാം അറിയുക എന്നതാണ് ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശുദ്ധ ഹൃദയവും വചനവും അനുസരിച്ചുള്ള ജീവിതവും ജീവിത വിശുദ്ധിയും ഇല്ലാത്തവർക്ക് ദൈവ ഇഷ്ടം അറിയുവാൻ കഴിയുകയില്ല. ഇത്തരക്കാർക്ക് ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാൻ താല്പര്യവുമില്ല. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ മറ്റൊരിഷ്ടം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. ഇഷ്ടം വരുമ്പോഴും നാം സ്തോത്രം കഷ്ടം വരുമ്പോഴും ദൈവസന്നിധിയിൽ നാം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സ്തോത്രം ജീവനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ വ്യവസ്ഥകളിൽ ജീവിക്കുന്നവരായി ദൈവ ഇഷ്ടം ചെയ്യണം.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അങ്ങനെ ദൈവ ഇഷ്ടം നമുക്ക് തിരിച്ചറിയുവാനിടയാകും. ദൈവ ഇഷ്ടം വചനത്തിൽ നിന്നും അറിയാം. ദിനംതോറും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് തന്നോടുള്ള ദൈവ ഇഷ്ടം വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുവാനിടയാകും. മറ്റുള്ളവരിൽ കൂടെ ദൈവം തൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കുകയും ചെയ്യും. ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ആകരുത്. ദൈവ ഇഷ്ടത്തിന് വിശുദ്ധമായും ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായും അതിനെ എതിർത്തു നിന്നാൽ നാം തകർന്നു പോകും. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല. ഇതിനെല്ലാം ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമാണ്. ആകയാൽ പ്രിയ ദൈവഭേദരേ, ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. നീ എൻ്റെ ദൈവമാകുന്നു, നിന്റെ നല്ല ആത്മാവ് നീർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ എന്ന് നമുക്കും ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ പറയാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരേണ്ടതിനായി, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായി തീരേണ്ടതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഈ വചനം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ആശ്വാസവും അനുഗ്രഹമായി തീരണം. ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ഒരു സമർപ്പണത്തോടുകൂടെ കർത്താവ് നന്മ ചെയ്യുന്നവരായി കർത്താവ് ഒരു സമർപ്പണ ബോധത്തോടുകൂടെ ഈ നാളുകളിലായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാ നന്മകൾക്കായി സ്തോത്രം, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.